മാനവകുലത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു ഇസ്ലാമിക യുവാവ് കുറച്ചു പേരുമായിട്ട് അവിടെ ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നത് FB ഒരു വീഡിയോ ഉണ്ട്, ഫേസ്ബുക്കിൽ. അതിന്റെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ തന്നെ, അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് രക്തസാക്ഷിയാകാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ യഹിയ സിൻവാർ മരിച്ചപ്പോഴത്തേന് അതിലോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, അതിലൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട, കാരണം അതൊക്കെ അള്ളാഹുവിന് വേണ്ടി ജോലി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനം കൊടുക്കുകയാണെന്ന് തോന്നുന്നു. ഇതിലെ വിളിക്കുകയാണോ അതോ കൊല്ലുവാണോ എന്ന് ചോദിച്ചാണെങ്കിൽ ഇസ്ലാം സമാധാനമാണ്, ഇസ്ലാം കാരുണ്യമാണ്, ഇസ്ലാം സകല മനുഷ്യരെയും ഒരുപോലെ കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ യുവാവിന്റെ വാക്കിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടം കൂടിയിരിക്കുന്ന ആൾക്കാരുടെ വാക്കിൽ നിന്ന് കേട്ടത് രക്തസാക്ഷിയാകുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ ഇസ്ലാമികൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും ഇസ്ലാം സമാധാനമാണ്, അള്ളാഹു കാരുണ്യമാണ്, മുഹമ്മദ് സകലരെയും സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിക സ്നേഹം എന്നത് കൊല്ലുക അല്ലെങ്കിൽ രക്തസാക്ഷി ആകുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പം ഈ യുവാവ് പറയുന്നത് എവിടെ ചെന്നാലും പടച്ചവൻ കാണുന്നുണ്ടല്ലോ, എല്ലാം ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഈമാൻ കുറയുക എന്നെല്ലാമാണ് ആ ജിഹാദി ഇരുന്നുകൊണ്ട് പറയുന്നത്. എന്തൊക്കെയാണ് ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ബാത്റൂമിന്റെ പുറത്ത് ഒരു കിതാബ് മുറിച്ചുകൊണ്ട് ശിഷ്യൻ ഉറക്കങ്ങനെ കിതാബ് വായിക്കും. അത് കേട്ടുകൊണ്ടാണ് ഇബ്നു തൈമിയ കുളിച്ചിരുന്ന. കാരണം കുളിക്കുന്ന ഒരു സമയം പോലും എനിക്ക് വേസ്റ്റ് ആയി പോരുതെന്നുള്ള ആരും കാണാത്തൊരിടം തപ്പിയാ ഞാൻ ഇറങ്ങിയത്. ആരും കാണാത്തൊരിടം എനിക്ക് കിട്ടിയില്ല. എവിടെ ചെന്നാലും അവിടെ പടച്ചോൻ എന്നെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇഹ്സാൻ. ഇങ്ങനെ എല്ലാം പടച്ചവന് വേണ്ടി ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഉണ്ടാവുമ്പോ നമുക്ക് പിന്നെ എങ്ങനെയാണ് ഡൗൺ ആയിക്കൊണ്ട് ഈമാൻ കുറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയാം? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങള് യഹ്യാ സിൻവാർ മരിക്കുമ്പോ ഇങ്ങനെ ഷഹാദത്ത് മരിക്കുമ്പോ ഇങ്ങനെ ഇടങ്ങാറാവുന്നത്? നീ മരിച്ചാൽ എന്ത്, മരിച്ചില്ലെങ്കിലും അവരോരോരുത്തരും കൊതിക്കുന്നതാണ്. അവരോരോരുത്തരും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാന്റെ മാർഗത്തില് രക്തസാക്ഷിത്വം വഹിക്കാനാണ്, ഷഹാദത്ത് വരിക്കാനാണ്. ഈ സദസ് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് റഹ്മത്തിന്റെ മലായിക്കത്തോടെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിന് വേണ്ടിയിട്ടെങ്കിലും ആ ആമീനിൽ ഒരു ഇടം പിടിക്കാനെങ്കിലും ഈ അൽക്കാട്ടോക്കിന് നമ്മൾ വന്നിങ്ങനെ ഇരിക്കും. അത് അതിന്റെ ഒരു ഭയങ്കര സന്തോഷമാണ്, അതിന്റെ ഒരു ആർജവ. കാരണം കേട്ടോ എങ്ങനെയുണ്ട്? യഹ്യാ സിൻവാറൊക്കെ മരിച്ചു, അതില് എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? അവരോരോരുത്തരും പണിയെടുക്കുകയാണ്. എന്തിനു വേണ്ടി? ആ പണിയാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. എന്താണ് പണി? അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിയാകുക അല്ലെങ്കിൽ ഷഹാദാകുക. ഇതാണ്. എങ്ങനുണ്ട്? അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിയാകുക. അപ്പനെ അമ്മയെ എല്ലാരെയും അങ്ങ് ഉപേക്ഷിച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കുള്ള എല്ലാ സ്നേഹബന്ധങ്ങളെയും മാറ്റിക്കളഞ്ഞിട്ട് അള്ളാഹുവിന് വേണ്ടി ഷഹാദാകുക എന്നാണ് പറഞ്ഞത്. ഷഹാദാകി കഴിഞ്ഞാൽ ഒത്തിരി കൂലിയുണ്ട് കേട്ടോ, ഒത്തിരി നന്മകളുണ്ട്, ഇസ്ലാമിന്റെ പക്ഷത്തുള്ള നന്മകൾ, മറ്റുള്ളവരുടെ അല്ല. പക്ഷെ ഈ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടപ്പോൾ, ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അവിടെ ഒരാളൊരു കമന്റ് എഴുതിയിട്ടിട്ടുണ്ട്. ആ കമന്റ് ശരിക്കും ഒന്ന് നോക്കാം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ ഭയക്കേണ്ടതില്ല എന്നാണ് കേട്ടിരിക്കുന്ന കൂട്ടുകാരെ ഇവൻ ധൈര്യപ്പെടുത്തുന്നത്. എല്ലാം അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുക, രക്തസാക്ഷിത്വം കൈവരിക്കുക. മരിക്കാൻ പേടിയില്ലാതായാൽ പിന്നെ ആരെയും കൊല്ലാനും പേടി കാണില്ല. അതുകൊണ്ടാണ് മനുഷ്യ ബോംബുകളായി ഇവരെ പോലുള്ള തലമുറ പൊട്ടിത്തെറിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഒരുമിച്ച് കൂടിയിരുന്നാൽ സംസാരിക്കുന്ന വിഷയം സാധാരണ എന്തൊക്കെയായിരിക്കും? പഠന വിഷയം, സിനിമ, സ്പോർട്സ്, മ്യൂസിക്, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങൾ തുടങ്ങി പല കാര്യങ്ങൾ ചർച്ചയായി വന്നേക്കാം. കൂട്ടുകാർ ഒന്നിച്ചിരിക്കുമ്പോൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം നോക്കൂ. ദീനിനു വേണ്ടി മരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദീനിനു വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരാൾക്ക് ഉപ്പ, ഉമ്മ തുടങ്ങി ഒരു മനുഷ്യരോടും പിന്നെ യാതൊരു വൈകാരിക ബന്ധവും വികാരവും തോന്നുകയുമില്ല. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്താണ് ISSലൊക്കെ ജോയിൻ ചെയ്ത് ചാവേറുകളായി ഒടുങ്ങുന്നത്, നിരപരാധികളായ അനേകം മനുഷ്യരെ കൊല്ലാൻ പ്രാപ്തരാകുന്നത്. നമ്മുടെ കുട്ടികൾ എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കേണ്ടവർ രക്ഷിതാക്കളാണ്. ഇവനെ പോലുള്ള മതജീവികളുടെ ഉപദേശം കേട്ട് ഷഹീദാവാനോ വേണ്ടയോ എന്നൊന്ന് ചിന്തിക്കുന്നത് ഭാവിയിൽ കുട്ടികളെ ഓർത്ത് നീറിപ്പിടയാൻ ഇടവരുത്താതിരിക്കും.
വിദ്യ എന്നാൽ അറിവാണ്, അത് നേടുക. അജ്ഞത പടർത്തുന്ന ഏതൊന്നിൽ നിന്നും അകലം പാലിക്കുക. ഇത്തരം മതജീവികളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ അകലത്തിൽ തന്നെ നിർത്തുക. ഫേസ്ബുക്കില് ഈ വീഡിയോ ഞാൻ കാണുമ്പോൾ അതിന്റെ ടൈറ്റിലായിട്ട് ഇതായിരുന്നു അവിടെ എഴുതിയിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതങ്ങനെ വായിച്ചത്. ഈ മഹാനാണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുളകം കൊള്ളിക്കുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങളത് കേട്ടല്ലോ. അപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ളവൻ ഒരു ജിഹാദി, ആ ജിഹാദി എങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്നൊക്കെ ഉള്ളതെല്ലാം മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട്, ഖുറാനും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പ്രചോദനം നൽകുന്നത് ഖുറാനും മുഹമ്മദിന്റെ തിരുസുന്നത്തുമാണ്. ഈ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കലല്ല, നമസ്കാരത്തിനും അള്ളാഹു ഓരോ മുസ്ലിമിനും നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തുവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്മാർഗത്തിലേക്കുള്ള വഴി കാണിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കൽ എല്ലാ നമസ്കാരത്തിലും അള്ളാഹു ഓരോ മുസ്ലിമിനും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതില്ലാതെ ഒരു മുസ്ലിമും നമസ്കാരം പൂർത്തിയാകുകയില്ല. ഫാത്തിഹയിൽ പറയുന്ന 7 ആയത്തുകളുണ്ട്. അതിൽ 6-7 ആയത്തുകൾ തന്നെ തുടങ്ങും. ഏതിനാ? ഇങ്ങനെയുള്ള വിഷയത്തില്. അതിന് 6-7 ഇങ്ങനെ പറയുന്നത്: ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ, അഥവാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിനിരയാരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. ഈ ആയത്താണ് അതിന് തുടക്കം വരുന്നത്. കാരണം എന്താ? നേർമാർഗത്തിൽ ചേർക്കണമേ, അഥവാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിനിരയാരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല, അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നിർത്തണം. പിഴച്ചുപോയവരാരാന്ന് എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അത് ക്രിസ്ത്യാനികൾ തന്നെയാണെന്നാണ് മുസ്ലിങ്ങളുടെ വാദം. മനസ്സിലായോ? വേദക്കാര് തന്നെയാണ്. പിന്നെ കോപത്തിനിരയായവര് യഹൂദന്മാരുമാണ്. ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിന്മേൽ ഇവിടെ പിഴച്ചുപോയവരാരാ? ക്രിസ്ത്യാനികൾ. ഇനി പിഴച്ചവരുടെയും കോപത്തിനും ഇരയായ അല്ലാതെ അനുഗ്രഹിക്കപ്പെട്ടവരാരാണ്? അതും അള്ളാഹുവിന്റെ മലക്ക് പറയുന്നുണ്ട്. അത് പറയുന്നത് എങ്ങനെയാണ്? സ്ത്രീകൾ 69. ആർ അള്ളാഹുവെ അവന്റെ ദൂതനെ അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സച്ചരിതന്മാർ എന്നിവരോടൊപ്പമായിരിക്കും. അവർ എത്ര നല്ല കൂട്ടുകാർ. ആരാ അനുഗ്രഹിച്ചത്? അള്ളാഹുവിനെ അവന്റെ ദൂതനെ അനുസരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ദൈവമായ അള്ളാഹുവിനെയും അവന്റെ ദൂതനായ മുഹമ്മദിനെയും ആരനുസരിക്കുന്നുവോ അവരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്. അപ്പൊ ഇവരെ രണ്ടുപേരെയും അനുസരിക്കാത്തവരോ ആരായിരിക്കും? പിഴച്ചവരുടെ കൂട്ടത്തിലായിരിക്കും. കോപത്തിനിരയായവരുടെ കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പിഴച്ചവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ അജീപ്പോളും കൂട്ടരും അള്ളാഹുവിനോട് ഒട്ടി നിൽക്കുന്നത്. പ്രീ ഇസ്ലാമിന് മുമ്പ് ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒട്ടി നിൽക്കുന്ന JKV എന്ന ജേക്കബിനും പ്രദീപ് ലൂക്ക് സാബിനും പിന്നെ അതിനോട് ചേർന്ന് വാറാമൂലയായിട്ട് നിൽക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അവരെല്ലാരും ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതിന്റെ കാരണം പിഴച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സത്യദൈവം ഏതാണെന്ന് നമുക്കൊരു സംശയം വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം പിഴച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തരുത് എന്ന് പറയാം. ഇങ്ങനെ അള്ളാഹുവിനെ അവന്റെ ദൂതനെ അനുസരിച്ച് നിൽക്കുകയാണ്. നാണമില്ലാത്തവർ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മുമ്പോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോയാൽ, അപ്പൊ അള്ളാഹുവിനെ മുഹമ്മദിനെ അനുസരിച്ചവർ മാത്രമാണ് ആര്? അനുഗ്രഹിക്കപ്പെട്ടവർ. അല്ലാത്തവർ പിഴച്ചുപോയവരെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് എന്ത് ചെയ്യണം? അത് ഷഹാദ് ചോദിക്കണം. മനസ്സിലായോ? സത്യസന്ധമായിട്ട് തന്നെ ചോദിക്കണം ഷഹാദ്. എന്ന് വെച്ചാൽ ഷഹാദത്ത് ചോദിക്കണം. എങ്ങനെ? സത്യസന്ധമായിട്ട് തന്നെ ചോദിക്കണം. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാള് ഒരു കാരണവശാലും എവിടെ നല്ല പദവിയിലേക്ക് ഉയർത്താതിരിക്കത്തില്ല. ശുഹാദാക്കളുടെ പദവിയിലേക്ക് ഉയർത്തുക തന്നെ ചെയ്യും. ഹദീസുണ്ട്. അതിങ്ങനെയാണ്. സഹൽ ബിൻ ഹുനൈഫ് നിന്ന് നിവേദനം. റസൂൽ പറഞ്ഞു, സത്യസന്ധമായി ഷഹാദത്ത് ചോദിക്കുന്ന ഒരുവനെ അള്ളാഹു ശുഹദാക്കളുടെ പദവിയിൽ ഉയർത്തുന്നു. അവൻ അവന്റെ മെത്തയിൽ കിടന്ന് മരിച്ചാൽ. ചോദിക്കണം. അതേതെ. അതെങ്ങനെയാണ്? അള്ളാഹുവിനെ മുഹമ്മദിനെ അനുസരിക്കുന്നവരോടല്ല യുദ്ധം ചെയ്യുന്നത്. അനുസരിക്കാത്ത ആരൊക്കെ ഉണ്ടോ അവരോടെല്ലാം യുദ്ധം ചെയ്യണം. ഷഹാദത്ത് രക്തസാക്ഷിയാകണം. എങ്ങനെ? അത് ചോദിക്കണം. അവന്റെ മെത്തയിൽ കിടന്ന് മരിച്ചാൽ പോലും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല എന്നാ പറയുന്നത്. ഇനി അടുത്തൊരു ഹദീസ് ഇങ്ങനെ പറയുന്നു,
മുആദ് ഇബ്നു ജബൽ നിന്ന് നിവേദനം, റസൂൽ പറയുന്നതായി കേട്ടു, ഒരൊട്ടകത്തിന്റെ പാൽ 2 പ്രാവശ്യം കറക്കുന്ന സമയങ്ങൾക്കിടയിലുള്ള നേരത്തോളം യുദ്ധം ചെയ്യുന്നവന് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കും. സത്യസന്ധമായ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടാൻ ചോദിച്ചിട്ട് പിന്നെ അവൻ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്താലും അവൻ ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. എങ്ങനുണ്ട്? സത്യസന്ധമായ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടാൻ ചോദിച്ചിട്ട് പിന്നെ അവൻ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്താലും അവൻ ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് അവൻ എന്ത് ചെയ്യണം? അവരെന്തെങ്കിൽ കൊല്ലപ്പെടണം. അവൻ കൊല്ലപ്പെട്ടേ പറ്റത്തുള്ളൂ. അവനവൻ മരിക്കണം. അതിന്റെ ആഗ്രഹം എന്താണ്? അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി, രക്തസാക്ഷിയായി. അതുകൊണ്ടാണല്ലോ കളമശ്ശേരിയില് മറ്റേ കസബിന് വേണ്ടിയൊക്കെ നിസ്കാര ഇതൊക്കെ ചെയ്തത്. ദൈവം അനുവദിച്ച അടുത്ത എപ്പിസോഡിൽ അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഒരാൾ ഷഹീദായി പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് കൂലി കിട്ടുമെന്നുള്ളതൊക്കെ ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പ്രതിഫലമുണ്ട്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. അബൂ ഹുറൈറയിൽ നിവേദനം, റസൂൽ പറഞ്ഞു, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തൊട്ട് സത്യം, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെടാൻ അതിയായി ആഗ്രഹിക്കുന്നു. പിന്നെ യുദ്ധം ചെയ്ത് വീണ്ടും കൊല്ലപ്പെടാൻ, പിന്നെ യുദ്ധം ചെയ്ത് വീണ്ടും കൊല്ലപ്പെടാൻ. ഇങ്ങനുണ്ട്. അടിപൊളി ഉപദേശമാണ്. കാരണം യഹ്യാതന്മാരൊക്കെ മരിച്ചു പോയാലും കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, അവര് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഷഹീദാകാൻ. എങ്ങനെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ, മുഹമ്മദിന്റെ അള്ളാഹുവിന്റെയും മുഹമ്മദിന്റെയും മാർഗത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഷഹീദാകണം. ഇതൊക്കെ എഴുതി ഇനി ഇടുമ്പോഴത്തേനും കുറെ മെത്തന്മാര് വന്നിട്ട് കടന്നുകൊണ്ട് ഭയങ്കര അംഗം വെട്ടലായിരിക്കും. അങ്ങനെയില്ല ഇസ്ലാം, അങ്ങനല്ല, ഇസ്ലാം ഇങ്ങനാണ്. അങ്ങനെയാണെങ്കിൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെ നിങ്ങൾ തള്ളിക്കളയൂ. എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പഠിപ്പിക്കൂ. ഒരിടത്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാരുണ്യവാനെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ, പരിശുദ്ധനെന്ന് നിങ്ങൾ പറയുന്ന പ്രവാചകൻ നിങ്ങളെക്കാളും ധാർമ്മികത കുറവുള്ള ആളാണോ കൂടിയ ആളാണോ എന്ന് നിങ്ങളൊന്ന് പറയൂ. നിങ്ങളെക്കാളും ധാർമ്മികത കൂടിയ ആളാണോ കുറവുള്ള ആളാണോ എന്ന് നിങ്ങളൊന്ന് പറയൂ. ഒരു 5 നന്മകള് ഒരു മനുഷ്യൻ ഭൂമിയിൽ ചെയ്ത് ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു 5 നന്മകൾ പുള്ളി ചെയ്ത് കാണിച്ചത്, റെഫറൻസ് അടക്കം ഒന്ന് കാണിച്ചത്. അപ്പൊ അതിന് വിപരീതമായിട്ട് ഏതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടെന്നുള്ളേ നമുക്കൊന്ന് പരിശോധിക്കാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ആത്മാവ് ആരുടെ കയ്യിലാണ് അവനെ തൊട്ട് സത്യം, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെടാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. ആരോടാ യുദ്ധം ചെയ്യുന്നത്? മുഹമ്മദ് എന്നെക്കാളും ഖുറൈശികളോടാണല്ലോ യുദ്ധത്തിന് പോകുന്നത്, സ്വന്തക്കാരോട് തന്നെയാണ്. മുഹമ്മദിന് ശേഷമുള്ളവരാരോടാ? എല്ലാവരോടുമാണ്. ഇനിയുണ്ട് ഹദീസ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നത് എനിക്ക് ഭൂമിയിലെയും മരുഭൂമിയിലെയും എല്ലാവരും എന്റെ അടിമകളാകുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നതേ ഭൂമിയിലും മരുഭൂമിയിലും എല്ലാവരും ഓന്റെ അടിമകളാകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുവാണെന്ന്. ഇനി അതൊക്കെ കൂടാതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ എന്ന് പറഞ്ഞിട്ട് ഇബ്നു നുഹാസ് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എങ്ങനെ ഒരാള് ജിഹാദിന് പോകണം, എങ്ങനെ രക്തസാക്ഷി ആകണം, രക്തസാക്ഷി ആകുന്നവർക്ക് എന്തുവേണ്ടി കൂലിയുണ്ട്, അതിന് പ്രോത്സാഹിപ്പിച്ചു വിടുന്നവർക്ക് എങ്ങനെ കൂലിയുണ്ട്, ഇതിനെ പറ്റിയെല്ലാം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത്തരം ഒരു പുസ്തകം ഒരു മുസ്ലിം വായിച്ചു കഴിഞ്ഞാൽ അവൻ ആ പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉണ്ടായി. കാരണം ഖുർആൻ ആയത്തുകൾ, ഹദീസുകൾ, അവിടെ നടന്ന അന്നത്തെ കാലത്ത് ആരൊക്കെ ഇതിനു വേണ്ടി തയ്യാറെടുത്തു പോയോ അവരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. സയ്യിദ് ഇബ്നു അബി വഖ്വാസിൽ നിന്ന് ഹാക്കിം ഉദ്ധരിക്കുന്നു, അബ്ദുള്ള ഇബ്നു ജയ്ഷ ഉഹൈദ് യുദ്ധത്തിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ വരുന്നോ, നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ സയ്യിദ് പ്രാർത്ഥിച്ചു, എന്റെ റബ്ബേ, നാളെ അവരെ കണ്ടുമുട്ടുമ്പോൾ അവരിൽ നിന്ന് എനിക്ക് ശക്തനായ ഒരു അക്രമിയും ദ്രോഹിയുമായ ഒരാളെ തരണമേ. എന്നിട്ട് നിനക്ക് വേണ്ടി അവനോട് ഘോരമായി പോരാടി അവസാനം അവനെ എനിക്ക് കീഴ്പ്പെടുത്തി എന്നാൽ കൊലപ്പെടുത്തണമേ. ശേഷം അബ്ദുള്ള ഇബ്നു ജയ്ഷ് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നാളെ എനിക്ക് ഒരാളെ തരണമേ, ശക്തനായ ഒരു അക്രമിയും ദ്രോഹിയുമായ ഒരാളെ. എന്നിട്ട് നിനക്ക് വേണ്ടി അവനോട് ഘോരമായി പോരാടി
അവസാനം എന്നെ അവൻ വരുതിയിലാക്കി എന്നെ കൊലപ്പെടുത്തി എന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയണം. എന്നിട്ട് നീ നാളെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഓ അബ്ദുള്ള, എങ്ങനെ നിന്റെ മൂക്കും ചെവി അരിഞ്ഞുപോയി? ഞാൻ പറയും, നിനക്ക് വേണ്ടി നിന്റെ റസൂലിന് വേണ്ടിയും പോരാടിയപ്പോൾ. അപ്പോൾ നീ പറയും, നീ സത്യമാണ് പറഞ്ഞത്. ശേഷം സയ്യിദിന്റെ മകൻ ഇസ്ഹാഖിനോട് പറഞ്ഞു, എന്റെ മകനെ, അബ്ദുള്ളയുടെ പ്രാർത്ഥന എന്റേതിനേക്കാൾ നല്ലതായിരുന്നു. ആ ദിവസം ഉഹുദിൽ വൈകിട്ട് ഞാൻ അബ്ദുള്ളയെ ഷഹീദായി കണ്ടു, മൂക്കും ചെവിയും അരിഞ്ഞെടുത്ത നിലയിൽ. എങ്ങനെയുണ്ട് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന? എതിർഭാഗത്തു നിന്ന് ഒരു അക്രമിയെ കൊടുക്കണം, അവനുമായിട്ട് യുദ്ധം ചെയ്യണം. ആദ്യത്തെ ദിവസം അവനുമായിട്ട് എന്ത് ചെയ്യണം? അവനെ കൊലപ്പെടുത്തണം. അടുത്ത ദിവസം ഒരുത്തനെ കിട്ടണം, അവനോട് ഘോരമായിട്ട് അങ്ങ് പോരാടി അവനെന്ത് ചെയ്യും? അവൻ ഈ മനുഷ്യനെ അവന്റെ പരിധിയിലാക്കി അവനെ കൊലപ്പെടുത്തണം. എന്നിട്ട് പറയണേ, എന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയണം. അത് കഴിഞ്ഞ് പരലോകത്ത് ചെല്ലുമ്പോഴത്തേനും അള്ളാഹു ചോദിക്കും, നിന്റെ മൂക്കും ചെവിയും അരിഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ മൂക്കും ചെവി ഇല്ലാത്തവൻ പറയണം, നിനക്ക് വേണ്ടി നിന്റെ റസൂലിന് വേണ്ടി പോരാടിയപ്പോഴാണ് ഇത് നടന്നത്. അപ്പോൾ പറയാ സത്യമാണ്. ഓക്കെ. പിറ്റേ ദിവസം അബ്ദുള്ള ഇത് പോയി ചെന്ന് നോക്കുമ്പോഴത്തേനും കാണുന്നത് എന്താ? കണ്ണും മൂക്കും ചെവി അരിഞ്ഞെടുത്ത നിലയിലാണ് കാണുന്നത്. നല്ല പ്രാർത്ഥനയല്ലേ? നല്ല പ്രാർത്ഥന. എങ്ങനെ? മറ്റവനെ അവരെയും കൊല്ലുക, ഞാനും ചാവുക. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ കുത്തിക്കൊല്ലും. മരണം ഉറപ്പാണ്. മരണം ഉറപ്പാണ്. അവർക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന എല്ലാവരോടും കൂടെ പറയാണ്, മരണം ഉറപ്പാണ്. എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇത്തരം പ്രാർത്ഥനകളാണ് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ പുസ്തകമൊന്നുമില്ല, വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളതാണ്. ഇനി ഉമർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഉമർ ഭയങ്കര ധൈര്യശാലിയായ ശക്തനായ ഒരാളായിരുന്നു ഉമർ. ഉമർ പ്രാർത്ഥിച്ച എങ്ങനെ അറിയോ? അല്ലാഹുവേ, ഞാൻ നിന്റെ മാർഗത്തിൽ ശഹാദത്ത് ചോദിക്കുന്നു, അതുപോലെ നിന്റെ റസൂലിന്റെ നാട്ടിലെ മരണവും. അള്ളാഹു രണ്ടിനും ഉത്തരം നൽകി. ഖലീഫ ഉമർ മദീനയിൽ കുത്തേറ്റ് മരിച്ചു. അങ്ങനുണ്ട്. ആ മദീനയിൽ വെച്ച് തന്നെ, മുഹമ്മദിന്റെ നാട്ടിൽ തന്നെ വെച്ച് എന്ത് ചെയ്തു? മരിച്ചു. എങ്ങനെ? സഹാദ് ചോദിച്ചു, ആള് കുത്തേറ്റ് മരിച്ചു. ഉത്തരം അപ്പൊ തന്നെ കൊടുത്തെന്ന് തോന്നുന്നു. ഉടനടി ഉത്തരവായിരുന്നു തോന്നുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു മുസ്ലിം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിനും റസൂലിനും വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി, സഹാദാകാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ രക്തസാക്ഷിയാകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവന്റെ ഉള്ളിൽ എന്താണ് ഈ കുത്തിവെക്കുന്നത്? എന്താണ്? എന്തൊക്കെയാണ് ഖുറാനിലെ ഹദീസുകളിലെയും വാക്കുകളും വാക്യങ്ങളും, അല്ലെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ, മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ പിന്നീടുള്ളവരും ചെയ്തു കാണിച്ച മാതൃകയുമാണ്. എന്തിന്? ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിപ്പോവാൻ. അതുകൊണ്ടാണല്ലോ ആ ക്യാമ്പസിൽ ഇരുന്നു കൊണ്ട് ആ യുവാവ്, ആ ജിഹാദി പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പൊ ഇത് അത്രയും ഭാഗമെങ്കിലും കട്ട് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും ഇവർ പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതിലൂടെ നേരെ മുൻപിൽ 10ഓ 15ഓ പിള്ളേർ ഇരിപ്പുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ എത്ര പേർക്ക് ഇതിന് പ്രചോദനം ഉണ്ടായി കാണും? അതൊക്കെ സർക്കാരിന് വിടുന്നു, സർക്കാർ നോക്കട്ടെ. ഇനി അടുത്തത് അബ്ദുള്ള ഉമർ വിവരിക്കുന്നുണ്ട്. ഉഹുദ് യുദ്ധ ദിവസം ഉമർ ഇബ്നു ഖത്താബ് സഹോദരൻ സെയ്ദിനോട് പറഞ്ഞു, എന്റെ സഹോദര, നീ പരിചയം എടുത്തോളൂ. സെയ്ദ് പറഞ്ഞു, നിന്നെ പോലെ ഞാനും സഹാദത്ത് ആഗ്രഹിക്കുന്നു. അന്ത്യൻ രണ്ടുപേരും അതെടുക്കാതെ യുദ്ധം ചെയ്തു. ഷഹാദത്ത് ആഗ്രഹിക്കുകയാണ്. സാധാരണ എന്താ ചെയ്യുന്നത്? എതിരാളിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല, അവനെയും കൊല്ലുക, ഞാനും ചാകുക. ആർക്ക് വേണ്ടി? വേറെ ആർക്കും വേണ്ടിയില്ല, അള്ളാഹുവിനും തൻ്റെ അരുമ പ്രവാചകനായ മുഹമ്മദിന് വേണ്ടി. അല്ലയോ സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ പറയുന്നുണ്ട് ആദം മുതൽ മുഹമ്മദ് വരെ പ്രവാചകന്മാരുണ്ട്. 1,00,000 പരം പ്രവാചകന്മാരുമുണ്ട്. 1,00,000 പരം പ്രവാചകന്മാരെ ആരൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അതിന് മറുപടി തരാൻ പറ്റത്തില്ല. ഈ ആദം മുതൽ മുഹമ്മദിന് മുമ്പ് വരെയുള്ള ഈസ വരെയുള്ള പ്രവാചകന്മാരുണ്ടല്ലോ, അവരെ ഉപദേശം കൊടുത്തിട്ട് അവരുടെ ആരെങ്കിലും അനുയായികള് ഇതുപോലെ ഈ വാളും പരിചയം എടുത്തു പോയി സ്വയം വെട്ടി അങ്ങോട്ടും വെട്ടി കൊന്നിട്ടുണ്ടോ?
എന്നിട്ട് ഞാൻ സകാദത്തായി എന്ന് ഏതേലും ഈസയ്ക്ക് മുമ്പുള്ള പ്രവാചകന്മാരായിട്ട് നിങ്ങളുടെ ഖുറാനിൽ പറയുന്ന ആരെങ്കിലും ഈ പരിപാടി ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. മുഹമ്മദിന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേക പദവി? ഈ മുഹമ്മദിൽ വിശ്വസിക്കുന്ന, ഈ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഖുറാനിൽ വിശ്വസിക്കുന്ന, ഹദീസുകളിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മാത്രം, ഈ മുസ്ലിങ്ങൾക്ക് മാത്രം ആണ് ഇത്ര പ്രത്യേകത. അതിനു മുമ്പും പ്രവാചകന്മാരുണ്ടായിരുന്നല്ലോ, ശരിയല്ലേ? ആ പ്രവാചകന്മാർക്കില്ലാത്ത എല്ലാ പ്രത്യേകത ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണല്ലോ. ഇനി അടുത്തത് സെയ്ദിന്റെ വിഷയം. വർഷങ്ങൾ കഴിഞ്ഞ് റസൂലിന്റെ കാലശേഷം യമാമ യുദ്ധത്തിൽ സെയ്ദ് പതാകയേന്തി ഒടുക്കം ഷഹാദത്ത് കൈവരിച്ച വാർത്ത കേട്ട ഉമർ പറഞ്ഞു, എന്റെ സഹോദരൻ രണ്ടിലും എന്നെ മുൻകടന്നു, എനിക്ക് മുൻപേ ഷഹീദായി. അപ്പൊ ഉമർ സെയ്ദ് എന്താ വിഷയം എന്തുവാ? ഇത് തന്നെ അള്ളാഹുവിന് വേണ്ടി പോയി യുദ്ധം ചെയ്യുക, കണ്ടവന്റെ വെടിയേറ്റു മരിക്കുക, ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടുന്ന് പറയണ സിറിയയിലേക്ക് പോയത്. സിറിയയിലേക്ക് പോയതിന് ശേഷവും അവർക്കൊക്കെ വേണ്ടി ഇനി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം. കാരണം കസബിന് വേണ്ടി പ്രാർത്ഥിച്ച സമൂഹമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു ചാനലിൽ ഇരുന്നുകൊണ്ട് ഒരു ലേഡി പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ കൗമിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത്, ഈ യുദ്ധത്തിന് പോയിട്ട് മരിച്ചത് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ കൗമിന്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അലറുന്നതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളും മരിക്കുന്നു, മറ്റുള്ളവരും മരിക്കുന്നു. നിങ്ങളും മരിക്കുന്നു, മറ്റുള്ളവരും മരിക്കുന്നു. എന്തിനീ ക്രൂരത? എന്തിനു വേണ്ടി? ഇത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാകാൻ, ഇത് മുഴുവനും മുഹമ്മദിന്റെ പേരിൽ പിടിച്ചെടുക്കാൻ, ഈ ഭൂമി മുഴുവനും, അല്ലേ? കഷ്ടം. ഇനി ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. സയ്യിദ് ഇബ്നു അലി വഖ്വാസിൽ എന്ന നിവേദനം, ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ എന്റെ സഹോദരൻ ഉമേർ ഇബ്നു അബി വഖ്വാസിനെ അണികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നവനായി കണ്ടു. ഞാൻ ചോദിച്ചു, എന്റെ സഹോദര, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞു, റസൂൽ എന്നെ കണ്ടാൽ പ്രായക്കുറവ് മൂലം തിരിച്ചയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്കാണെങ്കിൽ അള്ളാഹുവിനെ കാണാൻ കൊതിയാവുന്നു. റസൂൽ അവനെ കണ്ടുപിടിച്ചു, പ്രായം ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു, തിരിച്ചു പോകൂ. ഉമേർ കരഞ്ഞു. ഇത് കണ്ട് റസൂൽ അവന് അനുവാദം കൊടുത്തു. ബദറിൽ അവൻ കൊല്ലപ്പെട്ടു തന്റെ 16-ാം വയസ്സിൽ. ഇസ്രായേലിന്റെ മുമ്പിലേക്ക് കൊച്ചു കുട്ടികളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോഴത്തേനും ഈ എതിർ ടീമായിട്ട് സ്നേഹത്തിൽ നിൽക്കുന്ന മതേതരന്മാരും മറ്റുള്ളവരും അല്ല, കണ്ടോ, കൊച്ചു കുട്ടികളെയാണ് ഇസ്രായേൽ തോക്കിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഈ കൊച്ചു കുട്ടികളെ 16-ാം വയസ്സിലേക്ക് എന്ത് ചെയ്യാണ്? ബദർ യുദ്ധത്തിൽ പോലും കൊണ്ട് യുദ്ധം ചെയ്ത മുഹമ്മദിന്റെ അനുയായികൾ ഈ പണിയല്ല പിന്നെ എന്തു പണിയാ കാണിക്കുന്നത്? ആ കൊച്ചു കുട്ടികളെ അങ്ങോട്ട് മുമ്പിലേക്ക് നിർത്തിയിട്ട് കൊച്ചു കുട്ടികളെ കൊണ്ട് ഇസ്രായേൽ യുദ്ധത്തിന് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പട്ടാളക്കാരുടെ നേരെ കല്ല് വലിച്ചെറിയുകയാണ്, പല പരിപാടിയും ചെയ്യുകയാണ്. എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനേക്കാൾ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്, പ്രതികരിക്കുകയും വേണം. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിയോ 16 വയസ്സുള്ള ആരും മരിച്ചു കഴിഞ്ഞാൽ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ വരും. എന്നിട്ട് പറയും, കണ്ടോ കണ്ടോ കണ്ടോ. കാരണം എന്താ? ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാലും ഇതിന്റെ അപ്പനും അമ്മയ്ക്കും എല്ലാം സ്വർഗം ഉണ്ടെന്നേ. അത് മനസ്സിലാക്കണം. ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാലും ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാലും ഈ പരിപാടിക്ക് പോയി ഷഹീദായിട്ട് കഴിഞ്ഞാൽ ഈ അപ്പനും അമ്മയ്ക്കും അവനെ അയക്കുന്നവർക്കെല്ലാം കൂലിയുണ്ട് അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവിന്റെ അടുത്ത് പോയിരിക്കും എന്ന് പറയുന്നത്, ഏറ്റവും അടുത്ത്. ഈ ചെറുക്കൻ തന്നെ എന്താ പറയുന്നത്? നീ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പ്രായക്കുറവ് മൂലം തിരിച്ചയക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. എനിക്കാണെങ്കിൽ അള്ളാഹുവിനെ കാണാൻ കൊതിയാവുന്നു. ലാസ്റ്റ് കൊതിമൂത്ത് പോയ 16-ാം വയസ്സിൽ കൊതിമൂത്ത് ആള് പോയി. 10,27,000 ഹൂറികളെ കിട്ടുമ്പോഴത്തേനും പിന്നെ അള്ളാഹുവിനെ കൂടുതലായിട്ട് മുഹമ്മദിന്റെ വാഗ്ദത്തങ്ങളായിട്ട് കിടക്കുന്ന ഈ ഹൂറുകൾ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് വേറെ ഉണ്ട്. അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് നിവേദനം, സ്വർഗവാസികളിൽ ഒരുവനെ മുമ്പിൽ ഹാജരാക്കിയിട്ട് അള്ളാഹു ചോദിക്കും, അല്ലയോ ആദമിന്റെ മകനെ, എങ്ങനെയുണ്ട് നിന്റെ താമസം, സ്ഥലം? അവൻ പറയും, എന്റെ റബ്ബേ, ഏറ്റവും മഹത്തായതാണിത്. അള്ളാഹു പറയും, നീ ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. അവൻ പറയും, ഞാൻ എന്നെ വീണ്ടും ഇഹലോകത്തേക്ക് മടക്കാൻ ആവശ്യപ്പെടുന്നു. എനിക്ക് നിന്റെ മാർഗത്തിൽ വീണ്ടും 10 തവണ കൊല്ലപ്പെടണം. ഷഹീദിന്റെ ബഹുമതികൾ അവൻ കണ്ട് ബോധ്യപ്പെട്ടതിലാണിത്.
എങ്ങനെയുണ്ട് ആവേശം കൊടുക്കുന്ന കണ്ട. ഒരുത്തൻ ഷഹീദായിട്ട് മരിച്ച് പരലോകത്ത് ചെന്നു. അവനെ ഇവരുടെ ദൈവമായ അള്ളാഹു വിളിച്ചിട്ട് മുമ്പിൽ കൊണ്ടേ നിർത്തിയിട്ട് ചോദിക്കണം, എങ്ങനെയുണ്ട് ആദമിന്റെ പോലെ, എങ്ങനെയുണ്ട് നിന്റെ താമസവും സ്ഥലവും ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും പറയാണ് ഏറ്റവും മഹത്തായതാണിത്. ഇത് പറഞ്ഞ് ഈ ഹദീസ് കാണുന്നവന്റെ ഉള്ളില് ഏറ്റവും മഹത്തായതൊന്ന് കാണാൻ വേണ്ടി പുള്ളി ആഗ്രഹിക്കത്തില്ലേ? അവിടെ ചെന്ന് നീ ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ പറയാണ്. ഞാൻ എന്നെ വീണ്ടും ഇഹലോകത്തേക്ക്, അള്ളാഹു എന്നെ ഇനിയും പിന്നെ ഭൂമിയിലേക്ക് വിട്, എനിക്ക് നിന്റെ മാർഗത്തിൽ വീണ്ടും 10 തവണ കൊല്ലപ്പെടണം. ഇവൻ 10 തവണ കൊല്ലപ്പെടുമ്പോഴത്തേന് എതിർഭാഗത്ത് എത്ര പേരെ കൊല്ലും എന്നുള്ളത് ചിന്തിക്കണേ. ഷഹീദിന്റെ ബഹുമതികൾ അവൻ കണ്ട് ബോധ്യപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവങ്ങൾ അവിടെ ഉണ്ട്. 10,27,000 ഹൂറുകളുണ്ട്, ചാരിയിട്ട കട്ടിലുണ്ട്, മദ്യപ്പുഴയുണ്ട്, ഒടിഞ്ഞു തൂങ്ങിയ മരണമുള്ളവരല്ല. 1 കൊല്ലത്തോളമാണ് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാവുന്നത്. വെള്ളിയാഴ്ച ചന്തയുണ്ട്, കൊച്ചു ബാലന്മാരുണ്ട് അവിടെ. വിശ്വാസികളുടെ ബാലന്മാരല്ല, അവിശ്വാസികളുടെ ബാലന്മാരെയാണ് അവിടെ അള്ളാഹു മറ്റൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നത് എന്ന് വേണ്ട. ഇതെല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്രത്തോളം മോഹങ്ങളെ ഇട്ട് കൊടുക്കുകയാണ്. എന്ത്, ഇവിടുന്ന് മരിച്ച് പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് എല്ലാം കിട്ടും, എല്ലാം കിട്ടും. അവിടെ ചെന്ന് നീ അതിൻ്റെ അകത്ത് അറമാദിച്ച് അതിൻ്റെ അകത്തങ്ങ് മോഹമായി കഴിയുമ്പോഴത്തേനും പിന്നെ നിന്നോട് ചോദിക്കുക നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ പിന്നെ ഇവൻ പറയുകയാണ് എന്ത്, എനിക്ക് ഭൂമിയിലേക്ക് വരണം, ഇഹലോകത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം, എനിക്ക് 10 തവണ കൊല്ലപ്പെടണോ എന്ന് പറയുമ്പോഴത്തേനും ഈ ഹദീസുകൾ കേൾക്കുന്ന, ഈ ഹദീസുകൾ കാണുന്നവരുടെ ഉള്ളിലേക്ക് അവിടെ എന്തോ വലിയ സംഭവമുണ്ട്. ശരിയാണ്, ഭയങ്കര സംഭവമാണ്. കണങ്കാലിൻ്റെ അകത്തെ മജ്ജ പോലും കാണാവുന്ന പെണ്ണുങ്ങളുണ്ട് അവിടെ. 7 ഉടയാടകൾ ഒരുമിച്ച് ധരിച്ചാൽ അതിൻ്റെ അകത്തൂടെ മജ്ജ പോലും കാണാവുന്ന അപ്സരസ്. 10,27,000. 72 അല്ല കേട്ടോ, ആരും അത് പറയില്ല. 10,27,000. എന്നെ കേട്ട പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണിക്കുന്നത് എത്രത്തോളം അപകടം പിടിച്ചതാണ്. എല്ലാം കഴിഞ്ഞ് വിജയശ്രീലാളിതരായിട്ട് അനശ്വര ആഡംബരങ്ങളുടെ നടുവിലുള്ള സ്വർഗവാസികൾ 10,27,000 ഹൂറുകൾ അവർ സകാദത്ത് കൊതിക്കുന്നുണ്ടെങ്കിൽ, അവർ അത് ചോദിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങളുടെയും ദ്രോഹങ്ങളുടെയും ദുഃഖങ്ങളുടെയും നാട്ടിലുള്ള ഒരാൾ എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയില് പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്, ദ്രോഹമുണ്ട്. പക്ഷെ ഷഹീദായി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴോ അവിടെ കിട്ടുന്ന സംഭവങ്ങളെല്ലാം കണ്ട് അവൻ ആഗ്രഹിക്കും. ആഗ്രഹിക്കുക മാത്രമല്ല, അത് ചോദിച്ചു വാങ്ങും. അപ്പം ഇവര് പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണിതല്ല? പിന്നെ എന്താണിതല്ല? അവിടെയാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത. യേശുക്രിസ്തുവിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരോട് ഭൂമിയുടെ അറ്റത്തോളം പോയി ഒരാളെയും വെട്ടാനും കുത്താനും എന്റെ പേരിൽ നിങ്ങൾ പോയി മറ്റുള്ളവനെ കൊല്ലാനും ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട് തന്റെ ശിഷ്യന്മാർക്ക്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ പറയാണ്, യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നറിയിച്ചു. ഇത്ര മഹത്തായ ഒരു വാക്യമാണെന്നറിയാവുന്നു. അനേക സ്ഥലങ്ങളിലേക്ക് കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്ന, കർത്താവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന അനേക ദൈവമക്കൾ, യേശുവിന്റെ ശിഷ്യന്മാർ കടന്നു ചെല്ലുമ്പോൾ, ഇപ്പോഴും കടന്നു ചെല്ലുമ്പോൾ അവരെ അടിക്കുന്നു, ഇടിക്കുന്നു, ആട്ടുന്നു, തുപ്പുന്നു എന്ന് വേണ്ട സകലതും ചെയ്യുന്നുണ്ട്. എവിടെയും തിരിച്ചവർ പ്രതികരിക്കാൻ പോയിട്ടില്ല. കാരണം എന്താ അറിയോ? ഞങ്ങൾക്ക് നല്ലൊരു ഗുരുവുണ്ട്. കർത്താവായ യേശുക്രിസ്തു എന്ന നല്ല ഗുരുവുണ്ട്. ആ ഗുരു എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങളെ എതിർക്കുന്നവരെ കൊന്നുകളയാൻ. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയി എല്ലാരെയും വെട്ടാനോ കുത്താനോ കൊല്ലാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാ? അവിടെയാണ് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. സകല ജാതികളെയും ശിഷ്യരാക്കാനാ പറഞ്ഞത്. സകല ജാതികളെയും മുടിപ്പിക്കാനല്ല പറഞ്ഞത്. സകല ജാതികളെയും കൊല്ലാനല്ല പറഞ്ഞത്. സകല ജാതികളെ ഇല്ലാതാക്കാനല്ല പറഞ്ഞത്.
സകല ജാതികളോടും സത്യസുവിശേഷം അറിയിച്ച് ജീവനുള്ള ദൈവത്തിന്റെ ആ സ്നേഹത്തെ അവർക്ക് കൊടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്കായിട്ട് നിന്റെ പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യസന്ദേശം കൊടുക്കാൻ, ആ സത്യസന്ദേശം ലഭിക്കുന്നയാളിന് അന്ന് വരെ അവൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഒരു പുതു സൃഷ്ടിയായി നല്ല മനുഷ്യനായി തീരാൻ ഉള്ള സത്യ ഉപദേശം കൊടുക്കാനാണ് പറഞ്ഞത്. അത് ചിലവർ സ്വീകരിക്കും, ചിലവർ തള്ളിക്കളയും, ചിലവര് പറയുന്നവരെ തള്ളി താഴെയിടും. എന്നാലും അവിടുന്ന് എഴുന്നേറ്റിട്ട് കൈപോലും പൊക്കത്തില്ല. അവിടുന്ന് എഴുന്നേറ്റ് അവർ ചിരിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. കാരണം കർത്താവിന് അടി കിട്ടിയപ്പോഴത്തേനും കർത്താവ് തിരിച്ചൊന്നും ചെയ്തില്ല. കർത്താവിന്റെ മുമ്പിൽ നിന്നവർ പലരും പരിഹസിച്ചിട്ടും തിരിച്ചൊന്നും പറയാൻ പോയില്ല. ആ ഉപദേശം ഞങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ മുഹമ്മദിന്റെ അടുത്തൂടെ പോയ ഒരു മനുഷ്യൻ പോലും മുഹമ്മദിനൊന്ന് കളിയാക്കിയതിന്റെ പേരിൽ ഒരു കവിത എഴുതിയതിന്റെ പേരിൽ എത്രത്തോളം ദ്രോഹം ചെയ്തു. എന്നെ കേട്ട സകലരോടും പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, ജീവനുള്ള ദൈവമായ ക്രിസ്തുവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ചിലവർ ചോദിക്കും, ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് എന്താ കഷ്ടതയില്ലേ എന്ന്. ഉണ്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആപത്ത്, വാള്, പട്ടിണി, ഉപദ്രവം എന്ന് വേണ്ട എല്ലാം കിട്ടും. ഇതെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ വളരെ ഒരു സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ, ഞങ്ങൾ ഒരാളെയും ദ്രോഹിച്ചിട്ടല്ല ഞങ്ങൾക്കിത് വരുന്നത്. ഞങ്ങൾ സകലരോടും ക്രിസ്തുവിനെ പറ്റി പറഞ്ഞതിന്റെ പേരിലാണ്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ആ സന്തോഷത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള സകല സഹോദരന്മാരും സഹോദരിമാരും ക്രിസ്തുവിനെ പോഷിക്കുന്നത്. എന്നെ കേട്ട ഈ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, ഇത്തരം വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ ഈ ചെറു ബാല്യത്തെ നശിപ്പിച്ചു കളയുന്നേ. എൻ്റെ വാക്കല്ല, ആ ഇരുന്ന് സംസാരിക്കുന്ന യഹിയ തൻവാർ പോയില്ല, അതിൽ നിങ്ങൾ വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തീയിട്ട് തന്ന് നിങ്ങളെ ചൂടാക്കി കയറ്റിവിടാൻ ആഗ്രഹിക്കുന്ന അത്തരം ആൾക്കാരുടെ വാക്കുകൾ കേട്ട് പോകരുത്. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളില്ലാതാവുകയാണ്. അപ്പൊ മാതാപിതാക്കൾ വിടാതിരിക്കാൻ വേണ്ടി പഠിച്ചവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കള് വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയാതെ പോയാൽ പോലെ അവർക്ക് കൂലി ഉണ്ടാവുന്നവരെ മുഹമ്മദ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ആരും എതിർക്കത്തില്ലായിരിക്കാം. പക്ഷെ എന്നെ കേട്ടവരോട് പറയാണ്, ഇത്തരം പുസ്തകങ്ങളിൽ ഇതുപോലുള്ള കുറെ പുസ്തകങ്ങളുണ്ട്. ഇത്തരം പുസ്തകങ്ങളിലൊക്കെ മറ്റുള്ളവരോട് എന്ത് ചെയ്യണമെന്നൊക്കെ ഖുറാനും ഹദീസും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ അറിയുക, യേശുവിനെ അറിയുക. ആ യേശുവിന്റെ സ്നേഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളോട് ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾ യേശുവിൽ എവിടെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്കത് ചർച്ച ചെയ്ത് നോക്കാം. പക്ഷെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും കുറ്റങ്ങൾ കാണും. എന്നാൽ കുറ്റമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നൂടെ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകും. പക്ഷെ ഇങ്ങോട്ട് വന്നിട്ട് തർക്കവും വാദമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ചില കുറ്റങ്ങളോട് അങ്ങോട്ട് തരിക. അത് വേറൊരു വശം കേട്ടോ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. ഇന്ന് നീ രക്ഷിക്കപ്പെട്ടാൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. വീടിനും സമൂഹത്തിനും എല്ലാ സ്ഥലത്തും കുടുംബത്തിൽ പോലും പുതിയൊരു സൃഷ്ടിയാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി തീരുക. എന്നെ കേട്ട എല്ലാവരോടും പറയാണ്, ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ സഹാദായി പോകുന്നവർക്ക് കിട്ടുന്ന കൂലിയും അതുകൂടാതെ അതിനുവേണ്ടി അയക്കുന്നവർക്കുണ്ടാകുന്ന കൂലിയെ പറ്റിയും പറയാൻ ആഗ്രഹിക്കുന്നു. അതുവരെ എല്ലാവരെയും നമുക്ക് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മുമ്പാകെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സ്നേഹത്തോടെ ആയിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.